അങ്ങനെ ജയേഷിനെ കുറിച്ച് ശരണ്യ പറഞ്ഞ കഥകളെല്ലാം കേട്ട് പൊട്ടിക്കരയാൻ ട്ടോ ഭാനു. പോരാത്തന് ലീന തന്നെ ഒരു തെളിവാണല്ലോ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാം കേൾക്കുമ്പോൾ ലീനക്കും നല്ല വിഷമമുണ്ട്. അങ്ങനെ അവൾ തെളിവെന്ന നിലയിൽ അവളുടെ ഫോണിൽ അവളും ജയേഷുമൊത്ത നിമിഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ ട്ടോ. ഇതും കൂടി ആകുമ്പോൾ ഭാനു പൊട്ടിക്കരയാണ്. ആ ഫോട്ടോ എല്ലാം നോക്കിയതിന് ശേഷം ഭാനു ലീനയോട് ചോദിക്കുന്നുണ്ട്, ലീനയ്ക്ക് ചോദിക്കാൻ പറയാനൊന്നും ആരുമില്ല, ഞാനും അമ്മയും മാത്രമുള്ളൂ ഭാനു. അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഭാനു ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇനി എന്താന്ന് വെച്ചാൽ നീ ചെയ്യേ, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പോകാൻ നിൽക്കാൻ. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, പോകാൻ വരട്ടെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ശരണ്യ പറയണേ. എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കി, എല്ലാ കാര്യത്തിനും ഇപ്പോൾ തന്നെ ഞാനൊരു തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ കണ്ണെല്ലാം തുടച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്താ ഭാനു, എവിടേക്കാ നീ? അമ്മേ, ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോകുന്നുണ്ട് ശരണ്യയുടെ കൂടെ. ഒരുപാട് നാളത്തിന് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടുന്നതല്ല, കുറച്ചു നേരം ലൈബ്രറിയിൽ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് കിടക്കാൻ ട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ജയേഷിനെ ഫോണിൽ വിളിക്കുകയാണ്. ജയേഷ് ഇപ്പോൾ എവിടെയുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുമുട്ടാറില്ല, ആ സ്ഥലത്ത് വന്നാൽ മതി എന്ന് പറയാൻ. അതും അരമണിക്കൂറിനകം ഞാൻ പുറപ്പെട്ടു എന്ന് പറയാൻ. ഭാനു ഇങ്ങനെ ആവശ്യം പറഞ്ഞപ്പോൾ ജയേഷിന് സന്തോഷമാവാണ്. ഇപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി ഭാനു എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ശേഷം ഭാനു ബാഗ് എടുത്ത് അതിൽ ഫോണും വെച്ച് വീട്ടിൽ നിന്നും ഇറങ്ങാൻ ട്ടോ. ആ സമയത്ത് ഭാമ വരുന്നുണ്ട്. എന്താ അമ്മേ, ആരോട് അമ്മ സംസാരിച്ചത്? അതെ, ഭാനുവിൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്, അവർ രണ്ടുപേരും പുറത്തു പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ കുട്ടിക്കാണെങ്കിൽ പഠിക്കാനിരിക്കാനും ഓരോ സമയമില്ല, അപ്പോഴേക്കും ഓരോരുത്തർ വന്നോളും എന്നൊക്കെ ഗായത്രി പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭാമ ഒന്ന് പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. അവൾ കാണുന്നത് ഭാനുവും ശരണ്യയും പിന്നെ ആ ഗർഭിണിയായ ലീനയും 3 പേരും കൂടി പോകുന്നതാണ് കേട്ടോ. അമ്മ പറഞ്ഞത് ഭാനുവിൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ട് എന്നല്ലേ, ഇതിപ്പോൾ ഇവർ 3 പേരുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ ഗായത്രിയോട്. ഗായത്രി പറഞ്ഞിട്ട്, എവിടെ, ഞാൻ കണ്ടില്ലല്ലോ, അവർ 2 പേര് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഗായത്രി നോക്കുന്നുണ്ട്, പക്ഷെ അവിടെ എവിടെയും അവരെ കാണാനില്ല. ശേഷം കാണിക്കുന്നത് ജയേഷിനെയാണ്. ഭാനു പറഞ്ഞ സ്ഥലത്ത് അവൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കാറിലെ സീറ്റിലിരുന്ന് അവൻ നന്നായിട്ട് പുകവലിക്കുകയാണ്. ആ സമയത്താണ് ഭാനു വരുന്നത് കാണുന്നത്. അങ്ങനെ അവൻ പുകവലിക്കുന്ന സിഗരറ്റിലെ താഴെ ഇടുകയാണ്. എന്നിട്ട് ഭാനുവിനോട് ചോദിക്കുന്നു, എന്താ ഭാനു, നീ എന്താ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത്? സാധാരണ ഞാൻ 100 തവണ നിന്നെ വിളിക്കുമ്പോഴാണ് നീ ഒന്ന് പുറത്തിറങ്ങാറ്, ഇപ്പോൾ നീ തന്നെ ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ പറയട്ടെ ജയേഷ്. അതിനൊന്നും ഭാനു തിരിച്ചൊന്നും പറയുന്നില്ല. എന്താ ഭാനു തന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ വിവാഹം നടക്കാൻ പോകുകയല്ലേ, അതിന്റെ ഒരു ചേഞ്ചാണ് എന്ന് പറയട്ടെ ഭാനു. അപ്പോൾ ജയേഷ് ചിരിക്കുന്നുണ്ട്. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഭാനു, കഴിഞ്ഞതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത്. എന്താ ഭാനു എന്ന് ചോദിക്കുന്നു ജയേഷ്. അല്ല, അന്ന് റിസോർട്ടിൽ എനിക്ക് ജ്യൂസിൽ ലഹരി കലക്കി തന്നത് ആരാണെന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ ജയേഷ്. ജയേഷ് പറയുന്നുണ്ട്, അതിനെന്താ, അതൊക്കെ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാമല്ലോ. ഭാനു പറയുന്നുണ്ട്, അത് പറ്റില്ല ജയേഷ്, നമ്മുടെ വിവാഹം നടക്കുന്നതിന് മുൻപ് മൂന്നാമതൊരാൾ നമ്മുടെ ഇടയിലേക്ക് വരരുത്, അതുകൊണ്ട് അതിനു മുൻപ് തന്നെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഇതെല്ലാം പറയുമ്പോൾ അവൾ ജയേഷിന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. അവനൊന്ന് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്താ ജയേഷ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ജയേഷ് പറയും, പിന്നല്ലാതെ, ഇതിപ്പോൾ ഒരു പ്രശ്നമല്ലല്ലോ, അന്ന് റിസോർട്ടിൽ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, മാത്രമല്ല നിനക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നീയാണെങ്കിൽ കളങ്കപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കളങ്കപ്പെടണമെങ്കിൽ ഞാൻ തന്നെ ആവേണ്ട ഉത്തരവാദി, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം എൻ്റെ ഭാര്യയായി വരുന്നവൾ ഒരു തരത്തിലും കളങ്കപ്പെടാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിക്കുകയാണ്. അപ്പോൾ ഭാനു പറയുന്നത്, ജയേഷ് അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, പക്ഷേ അന്ന് ലഹരി കലക്കി തന്നതാണെന്ന് ഞാനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇത് കേൾക്കുമ്പോൾ ജയേഷ് ഷോക്കാവാൻ ട്ടോ. ആരാണെന്ന് അറിയണ്ടേ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശരണ്യയെ വിളിക്കുകയാണ്. അങ്ങനെ ശരണ്യ മുന്നോട്ട് വരുമ്പോൾ ജയേഷ് ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഇവളാണ് അന്ന് എനിക്ക് ജ്യൂസിൽ ലഹരി കലക്കി തന്നത് എന്ന് പറയാൻ ട്ടോ ഭാനു. അപ്പോൾ ജയേഷ്, എടി നീയായിരുന്നു അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കട്ടെ ശരണ്യയോട്. ഞാൻ പറഞ്ഞ് മുഴുവനായിട്ടില്ല, ഇവളെ കൊണ്ട് ആരാണ് അത് ചെയ്യിച്ചത് എന്നും ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയാൻ ട്ടോ ഭാനു. അപ്പോൾ ശരണ്യ ചോദിച്ചു, ശരണ്യ നീ പറ, ആരാണ് നിന്നോട് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന ജയേഷ്, ഇവൻ എന്നെ അന്ന് ഭീഷണിപ്പെടുത്തിയാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത്, ഇവന്റെ വലയിൽ ഞാനും വീണുപോയി ഭാനു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ. ജയേഷ് പൊട്ടിത്തെറിക്കുകയാണ് ശരണ്യയോട്. കള്ളം പറയുന്നു, ഞാനാണോട് നിന്നോട് അങ്ങനെ ചെയ്യിപ്പിച്ചത്, പറയടി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശരണ്യയുടെ മുന്നിലേക്ക് ഭാനു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, തൊട്ടു പോകരുത് അവളെ, എല്ലാ സത്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. അപ്പോൾ ജയേഷ് പറയുന്നത്, ഭാനുദേ ഇവളുടെ വാക്ക് കേട്ട് നീ ഓരോന്ന് വിളിച്ചു പറയരുത്, ഇവൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അപ്പോൾ ശരണ്യ പറയണേ, അല്ല ഭാനു, ഇവൻ കാരണം ഒരുപാട് പെൺപിള്ളേരുടെ ജീവിതം നശിച്ചു പോയിട്ടുണ്ട്. ജയേഷ് ശരണ്യയോട് പറയുന്നത്, ശരണ്യെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം നീ നശിപ്പിക്കരുത്, ഭാനു എന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാനു, അപ്പോൾ ആ നിൽക്കുന്ന കുട്ടിയോ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാവരും അവിടേക്ക് നോക്കുകയാണ്. അപ്പോഴാണ് ട്ടോ ലീന അവരുടെ അടുത്തേക്ക് അങ്ങനെ നടന്നു വരുന്നത്. അവളെ കണ്ടത് ജയേഷ് ആകെ ഷോക്കാവുകയാണ്. എന്താ ലീനയെ നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ് ഭാനു. അപ്പോൾ ജയേഷ് ലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ ഈ ഗർഭിണിയായ കുട്ടി നിനക്കറിയില്ല അല്ലേ എന്ന് പറയാൻ ട്ടോ ഭാനു. ഇല്ല, എനിക്കറിയില്ല എന്ന് ജയേഷ് പറയാണ്. ഇത് കേട്ടത് ലീന ജയേഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയാണ്.
എന്നിട്ട് അവൾ പൊട്ടിക്കരയാൻ കേട്ടോ. പിന്നീട് അങ്ങോട്ട് ജയേഷിന്റെ മറ്റൊരു മുഖമാണ് എല്ലാവരും കാണുന്നത്. ഭാനു പറയുന്നത് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് പറ്റിച്ചിട്ട് നിനക്കിപ്പോൾ അവളെ അറിയില്ലല്ലേ എന്ന് ചോദിക്കാൻ. ഇത് കേൾക്കുമ്പോൾ ജയേഷ് പറയുന്നുണ്ട്, അപ്പോൾ നീ കരുതി കൂട്ടിയാണല്ലേ ഇവിടെ വന്നത്. അപ്പോൾ ഭാനു പറയാണ്, അതേടാ, പിന്നെ നീ എന്താടാ കരുതിയത്, പ്രണയിച്ച് ഉല്ലസിക്കാനാണെന്നോ. അപ്പോൾ ജയേഷ്, ദേ ഭാനു, നിനക്കെന്നെ ശരിക്കും അറിയില്ല, ഇതിൽ കൂടുതൽ ഇനി എന്തറിയാനിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ എടി എന്ന് പറഞ്ഞുകൊണ്ട് ജയേഷ് ഭാനുവിന്റെ നേരെ അലറി കയ്യൂങ്ങ. തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് അവനെ ഉന്തി തള്ളി താഴ്ത്തട്ടവളെ. വീണ്ടും ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് ഭാനുവിന്റെ കഴുത്തിന് കയറി പിടിക്കുക. അങ്ങനെ ശരണ്യയും ലീനയും എല്ലാവരും ചേർന്ന് അവനെ ഭാനുവിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. അപ്പോൾ ഭാനു ഉടൻ തന്നെ അവിടെ ബാഗിൽ നിന്നും ഒരു കത്തി എടുക്കുകയാണ്. ഇനി എങ്ങാനും എന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ഞാൻ കുത്തി കീറും. അതേസമയം ശരണ്യയോട് ലീനയോട് പറയുന്നുണ്ട്, ശരണ്യ നീ ലീനയെ കൊണ്ട് ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണം, ഇവന്റെ കാര്യം എനിക്കറിയാം എങ്ങനെ നോക്കണമെന്ന് എന്ന് പറയാണ്. അങ്ങനെ ശരണ്യ, ഭാനു നീ എന്നൊക്കെ പറയുന്നു, നീ പോകാനല്ലേ പറഞ്ഞത് എന്ന് പറയാണ് ഭാനു. അങ്ങനെ ശരണ്യ ലീനയെയും കൊണ്ട് അവിടെ നിന്ന് പോവാൻ കേട്ടോ. വീണ്ടും എടി എന്ന് പറഞ്ഞിട്ട് അവളുടെ നേരെ പാഞ്ഞു വരേണ്ട ജയേഷ്. ആ സമയത്ത് അതേ പേനക്കത്തി കാണിച്ച് ജയേഷിനോട് തൊട്ടു പോകരുത്, നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്, ഞാൻ ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുമെന്നോ. ഒന്നുമില്ലെങ്കിലും എന്റെ ഭാവനച്ചിയുടെ ശരീരത്തിൽ ഓടുന്ന അതേ രക്തം തന്നെയാണ് എന്റെ ശരീരത്തിലും ഓടുന്നത്. അതുകൊണ്ട് ഞാൻ ആരാണ് എന്താണ് എന്ന് നീ അറിയാൻ പോകുന്നേയുള്ളൂ, നിന്നെ വെറുതെ വിടാനൊന്നും ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ. അപ്പോഴേക്കും ജയേഷ് അവളുമായിട്ട് വീണ്ടും വഴക്കിലാകുവാൻ. അതിനിടയിൽ ഭാനുവിന്റെ കയ്യിൽ നിന്നും അവന്റെ ബാഗ് താഴെ വീഴാൻ കേട്ടോ. പിന്നെ ആ കത്തിയും താഴെ വീഴാൻ. ആ സമയത്ത് ഭാനു ഒന്ന് പേടിക്കുന്നുണ്ട്. ജയേഷ് അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഭാനു പിന്നോട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ജയേഷ് തൊട്ടടുത്ത് നിന്നും ഒരു മരക്കമ്പ് വലിച്ചെടുക്കാൻ കേട്ടോ. ശേഷം ഭാനുവിന്റെ തലക്കടിച്ച് അവളെ താഴെ വീഴ്ത്തുക. ബോധം പോയ ഭാനു അവിടെ വീണ് കിടക്കാൻ കേട്ടോ. ജയേഷ് ചുറ്റി നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അങ്ങനെ പതിയെ ഭാനുവിന്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിയാണ്. ശേഷം കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ മാനസ ഭയങ്കര വോമിറ്റിങ്ങിലാണ്. ജയയും പ്രസീതയും ചേർന്ന് എന്ത് പറ്റി മോളെ, എന്താ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല അമ്മേ, രാവിലെ മുതലേ എനിക്ക് തീരെ വയ്യ എന്നൊക്കെ പറയാം, നിങ്ങൾ ഭാവനയെ വിളിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയ ഭാവനയെ വിളിക്കാൻ വേണ്ടി റൂമിൽ പോവുകയാണ്. ഭാവനയാകട്ടെ ആകെ ടെൻഷനായിട്ട് ഇരിക്കാൻ കേട്ടോ. ആ 50 ലക്ഷം രൂപയുടെ കാര്യം ജയ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. പിന്നെ ഇവിടെ സൂര്യയും ആന്റിയും തമ്മിൽ നല്ല വഴക്കായിരിക്കും. ഈശ്വര, അതിനു മുൻപ് സേതുവേട്ടനെ ആ അഡ്വാൻസ് തുക തിരിച്ചു കിട്ടണം, എന്നിട്ട് ആരും അറിയാതെ 50 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ജയ വിളിച്ചതൊന്നും അവൾ കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ ജയ റൂമിലേക്ക് കയറി വരികയാണ്. ഭാവന എന്ന് അടുത്തു നിന്ന് വിളിച്ചിട്ടും അവൾ കേൾക്കുന്നില്ല. പിന്നീട് ജയ അവളെ തൊട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഭാവനയാകട്ടെ ആകെ ഷോക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താ ആന്റി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഈ ലോകത്തൊന്നുമല്ല, ഞാൻ നിന്നെ എത്ര വിളിച്ചു, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒന്നുമില്ല ആന്റി, ഞാൻ വീട്ടിലുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നിന്ന് പോയതാണ്. ഓഹോ, അപ്പോൾ നിനക്ക് എപ്പോൾ നിന്റെ വീട്ടുകാരെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ മാത്രം ആലോചിക്കാൻ സമയമുള്ളൂ, ഇവിടെ നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ ആന്റി ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന. ഇവിടെ മാനസമോൾക്ക് വയ്യാതായിട്ടുണ്ട്, അവള് ഭയങ്കര വോമിറ്റിങ്ങിലാണ് എന്നൊക്കെ പറയുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാവന താഴേക്ക് ഓടുകയാണ്. എന്നിട്ട് മാനസയെ ചെന്ന് പരിശോധിക്കുന്നുണ്ട്. ശേഷം അവൾ ജയയോട് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറയാണ്. എന്നിട്ട് കുറച്ച് ക്യാപ്സ്യൂൾസ് എടുത്ത് മാനസ കൊടുക്കുന്നുണ്ട്. പ്രസീത ചോദിക്കുന്നു, എന്താ മോളെ, എന്താ മാനസക്ക് പറ്റിയത്. ഒന്നുമില്ല ആന്റി, അല്പം പ്രഷർ കൂടുതലാണ്, പൾസ് എല്ലാം നോർമലാണ്, ഈ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയാൻ. അങ്ങനെ മാനസക്ക് മരുന്ന് കൊടുക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഭാനു പോയി ഏറെ സമയം കഴിഞ്ഞിട്ടും അവളെ കാണാഞ്ഞിട്ട് ആരെയും പരിഭ്രമിച്ച് നിൽക്കാൻ കേട്ടോ ഗായത്രി. ഭാമ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഭാനുവിന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ഗായത്രി ഫോൺ എടുത്തിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമേ, നമ്മൾ ആരോട് ചോദിക്കും. ആ ശരണ്യയുടെ നമ്പർ ഉണ്ടെങ്കിൽ അമ്മ അവളേക്ക് വിളിക്കുക എന്ന് പറയുന്നുണ്ട്. ഗായത്രി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ശരണ്യയുടെ നമ്പറൊന്നുമില്ല, അവളുടെ വീട് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഭാനു പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ആ കുട്ടിയെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, സമയം വൈകുന്തോറും എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ഭാമ പറയുന്നത്, എന്താ നമുക്ക് ഭരത്തിനെ വിളിച്ചെന്ന് പറയാം, അവൻ അന്വേഷിച്ചോട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാമ ഭരത്തിനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഭാനുവിനെ കാണാതായ വിവരമൊക്കെ അറിയിക്കാൻ കേട്ടോ. എന്താണ് സംഭവിച്ചെന്ന് ഭരത്ത് തിരക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ എന്ന് പറഞ്ഞ കൂട്ടുകാരി അവളെ തിരഞ്ഞ് ഇവിടെ വന്നിരുന്നു, ലൈബ്രറിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭരത്തെ നേരം ഇത്ര ആയില്ലേ, ഇതുവരേക്കും അവൾ തിരിച്ചെത്തിയിട്ടില്ല, അവൾ തിരിച്ചെത്താമെന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അന്വേഷിക്കാൻ ചേച്ചി, അമ്മയോട് ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറയും, ഞാൻ വിളിക്കാം എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണ്ടോ. എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ഭാവനയെ വിളിക്കുന്നുണ്ട്. ഭാവനയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. ചേച്ചി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഭാവന പറയുന്നുണ്ട്, ഭരത് ഇനി എന്തായാലും ഇപ്പോൾ പബ്ലിക് ആക്കണ്ട, നിന്നോട് അറിയുന്ന രീതിയിൽ ഒന്ന് സ്വകാര്യമായിട്ട് ഒരു അന്വേഷണം നടത്തി, അതിലവളെ കണ്ടെത്താനായിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാനും സൂര്യയും ചേർന്ന് ഒരു അന്വേഷണം എനിക്കറിയാവുന്ന രീതിയിൽ നടത്തി നോക്കാം എന്ന് പറയുന്നുണ്ട്. ശരി ചേച്ചി, എങ്കിൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് ഭരത് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന ഓടിച്ചെന്ന് സൂര്യയോട് കാര്യം പറയാണ്. ഭാനുവിനെ കാണാനില്ല, അവൾ ലൈബ്രറിയിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോയത്, സമയം കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്തിയിട്ടില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം വീട് വരെ എന്ന് പറയാൻ കേട്ടോ ഭാവന. അങ്ങനെ സൂര്യ ഉടൻ തന്നെ റെഡിയായിട്ട് ഇറങ്ങാണ്. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം അവർ തിരയുന്നുണ്ടായിരുന്നു. ഭാവനയായിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കാൻ കേട്ടോ. സമയം വൈകുന്നേരം എനിക്ക് പേടിയാവുകയാണ് സൂര്യ, എന്തായിരിക്കും ഭാനുവിന് സംഭവിച്ചിട്ടുണ്ടാവുക.
ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതേസമയം ഭരത്തും അവന്റെ സംഘവും ചേർന്ന് ടൗണിലെത്തി എല്ലാ ഷോപ്പുകളിലും ഭാനുവിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. വഴിയുള്ളവരോടും അവർ ചോദിക്കുന്നുണ്ട്. ആരും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ചോദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭാവന ഭരത്തിനെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. എന്തായി ഭരതൻ, നിനക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ? ഇല്ല ചേച്ചി, ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ കേട്ടോ ഭാവന.